ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിലായിട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഈ 12 കളേഴ്സ് പെയിന്റ് ഇല്ലേ, ഈ പെയിന്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ബോട്ടിലായിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ പെയിന്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ പെയിന്റ് ആണ്, കഴിഞ്ഞ വീഡിയോ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇത്രയും കളേഴ്സ് പെയിന്റ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ബോട്ടിലായിട്ടിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ കുറച്ച് കൂട്ടുകാർ അയച്ച ഫോട്ടോസും കുറച്ച് ഹായ്കളും പറയാം. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് അയച്ചതാണ്. ദേവനന്ദ എന്ന് പറഞ്ഞ ഫ്രണ്ട് അയച്ചു തന്നിട്ടുള്ള ഒരു വർക്കാണ്. ഇത് നമ്മുടെ വേറൊരു ഫ്രണ്ട് അയച്ചു തന്നിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്കും നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ നമ്മുടെ യൂട്യൂബിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID യിലോ FB ID യിലോ അല്ലെങ്കിൽ മെയിൽ ID യിലോ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതെല്ലാതും ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണേ. ഇനി നമുക്ക് കൂട്ടുകാർക്ക് ഹായ് പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹായ് പറയുന്നത് നിയക്കാണ്. അപ്പോൾ ഹായ് നിയ. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ ബോട്ടിലാട്ടിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഈ ബോട്ടിലാട്ട് ചെയ്യുന്നത് നമ്മൾ ഇത്രയധികം കളേഴ്സ് യൂസ് ചെയ്യുന്ന കാരണം ഈ ബോട്ടിലായിട്ട് ഞാനിങ്ങനെ ഓരോ കളേഴ്സും ഇങ്ങനെ റൗണ്ടിൽ കൊടുത്തെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ലൈൻസ് പോലെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതി, ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും ഈ ഒരു ആർട്ടിന് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇത്രയും കളേഴ്സ് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. ഇതിൽ 2 കളേഴ്സ് 3 കളേഴ്സ് അതൊക്കെ വെച്ചിട്ട് ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇത്രയും 12 കളേഴ്സും ഇതിൽ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ബോട്ടിൽ ആർട്ടിൻ്റെ കളേഴ്സൊക്കെ നമ്മുടെ ബോട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഒരു കളർ ഇതുപോലെ കൊടുത്തു. ഇനി അടുത്ത കളർ ഇതാ അടുത്ത ലൈനായിട്ട് ഇതുപോലെ കൊടുത്തു. പിന്നെ നെക്സ്റ്റ് കളർ കൊടുക്കുകയാണ്. ഫുൾ റൗണ്ടായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളുടെ പെയിന്റ് ഉണ്ടാക്കുമ്പോൾ ഇതിലോട്ട് നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു കൺസിസ്റ്റൻസി വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ ഒലിച്ചൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു കളർ ഉണങ്ങിയതിന് ശേഷം അടുത്ത കളർ കൊടുക്കുക കേട്ടോ. ഇൻ കേസ് ഇനി ആയില്ലെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടെ ഒരു കോട്ടൊക്കെ കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഗ്ലാസ് ബോട്ടിലാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാതെ ഇതുപോലെ നമുക്ക് പെയിന്റ് ചെയ്ത് എടുക്കാൻ പറ്റും. കുറച്ച് തിക്കിൽ എടുത്താൽ മതി. അതല്ല നമ്മളുടെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തായാലും ടിഷ്യൂ ഒരു കോട്ടിങ് കൊടുക്കണം. ടിഷ്യൂ അപ്ലൈ ചെയ്ത് നമ്മൾ സാധാരണ ടിഷ്യൂ കുറേ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ടിഷ്യൂ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ടിഷ്യൂ ഒരു കോട്ട് കൊടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ടിഷ്യൂ കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക ബോട്ടിൽ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ സാധാരണ വർക്ക് ചെയ്യുമല്ലോ അതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഇത് പിടിക്കുകയുള്ളൂ. നമ്മുടെ അക്രിലിക് പെയിൻറ്റ്സ് ആയാലും അങ്ങനെ തന്നെയാണ്, പിടിക്കാൻ കുറച്ച് പാടാണ്. പോസ്റ്റർ കളേഴ്സ് ഒന്നും തീരെ പിടിക്കില്ല. അപ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കി ഈ ഒരു പെയിൻറ്റ് നമ്മളിപ്പോൾ പൗഡേഴ്സ് അല്ലേ ഇതിൽ യൂസ് ചെയ്ത, കളറിന് വേണ്ടി യൂസ് ചെയ്ത് നമ്മളുടെ വീട്ടിലുള്ള ചില സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു സ്മൂത്ത് ടെക്സ്ചർ ഇത്തിരി കുറവായിരിക്കും അക്രിലിക്കിൻ്റെ പോലെ. ഒരു പോസ്റ്റർ കളർ ഇഫക്റ്റിൻ്റെയും അക്രിലിക്കിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ഇഫക്റ്റാണ് കേട്ടോ നമുക്ക് ഇതിനുണ്ടാവുക. അപ്പോൾ ഇതാ പിങ്ക് കണ്ടോ, ഒന്ന് ലൈറ്റായി പോയി ഒരു ഷെയ്ഡ് കൊടുത്തപ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ കൊടുത്തു അത് ഉണങ്ങിയതിന് ശേഷം. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് പറഞ്ഞു വന്നത്, അതിൻ്റെ രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു എഫക്റ്റാണ് ഉള്ളത്. അതല്ല നമുക്ക് ആക്രിലിക് കളേഴ്സിൻ്റെ അതേപോലത്തെ സ്മൂത്ത് ടെക്സ്ചർ വേണമെങ്കിൽ അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. നമുക്കത് അടുത്ത വീഡിയോകളിലായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സ്മൂത്ത് ടെക്സ്ചർ തന്നെ വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ കളേഴ്സ് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പലരും പഠിച്ചിട്ടുണ്ടാവും സയൻസിൽ ബേസ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് 3 കളേഴ്സാണ് ബേസ് കളേഴ്സ് ഉള്ളൂ. പിന്നെ വൈറ്റ്, അങ്ങനെ 4 കളേഴ്സാണ് ഉള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാ കളേഴ്സും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ ചേർക്കുന്ന ക്വാണ്ടിറ്റി, അതായത് 2 കളറുകൾ അല്ലെങ്കിൽ 3 കളറുകൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അളവ് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഏത് കളറുകളും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇപ്പം നോക്കൂ നിങ്ങൾ, എല്ലാതും നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്, നല്ല കളർഫുള്ളായിട്ട് വരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ആ ഒരു ഷൈനിങ്ങും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പെയിൻറ്റുകളൊക്കെ വളരെ കുറച്ചാക്കി എടുത്തതിൻ്റെ ഭാഗമായിട്ട് പെയിൻറ്റുകളുടെ അളവുകളൊക്കെ നമുക്ക് കുറവാണ്.
അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ വെള്ളം കൂടിയെന്ന് വെച്ചാൽ കുറച്ച് സമയം തുറന്ന് വെക്കുക. തുറന്ന് വെച്ച് കഴിയുമ്പോൾ അതിലത്തെ ഒന്ന് കട്ടിയാവും. അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കി വെച്ച പെയിൻറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. യൂസ് ചെയ്യാനല്ല, ക്ലോസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാ ഈ ബോട്ടിൽ ഞാൻ ഫുള്ളായിട്ടൊന്നും പകുതിയെ ചെയ്തിട്ടുള്ള ബാക്കി കൂടെ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. കണ്ടോ, ഈ ഒരു ബ്ലൂ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും നമ്മുടെ കൈമേലൊന്നും ആവുന്നില്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ ബോട്ടിലാട്ട് ഇതായിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാ കളേഴ്സും ഇതിൽ കൊടുത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ പെയിൻറ്റിൻ്റെ എങ്ങനെയുണ്ട് വർക്ക് എന്ന് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇത് എല്ലാം കൊടുത്തത്. നിങ്ങൾക്ക് കുറച്ചായിട്ട് ചെയ്താലും മതി. കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ടാണ് ബോട്ടിലാട്ടിൻ്റെ വീഡിയോ ആയിട്ടും ചെയ്തത് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നല്ല ഷൈനിങ് വേണമെങ്കിൽ നമുക്കൊന്ന് വാർണിഷ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല ഷൈനിങ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. പിന്നെ ഒന്നും കൂടെ നമ്മളുടെ കറക്റ്റ് പെയിന്റ് അല്ലല്ലോ, വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നാളെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു.